ഹലോ, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ പാർട്ട് 3 ആയിട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. നമ്മുടെ പ്രഗ്നൻസി സ്റ്റോറിയുടെ ഇടാം. അപ്പോൾ ഫസ്റ്റും സെക്കൻഡും കാണാത്തവർ കയറി കാണാം. നമുക്ക് സ്റ്റോറിയിലോട്ട് പോവാം. അതിന് മുന്നേ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഒന്ന് സപ്പോർട്ട് ചെയ്യണം പ്ലീസ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ പിന്നെ ഞാൻ ഡിസംബർ 23 വീണ്ടും ഡോക്ടർ കാണാൻ വേണ്ടിയിട്ട് ചെല്ലുന്നത്. അതായത് 25 ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഡോക്ടർ ലീവാണ്. അപ്പോൾ അത് കാരണം എന്നോട് 23 എന്തായാലും വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ചെന്നു, ചെക്കപ്പൊക്കെ ചെയ്തു. കുഴപ്പമൊന്നുമില്ല, നോർമലാണ്. ഡോക്ടർ പറഞ്ഞു എല്ലാവർക്കും ഞാൻ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, നിൻ്റെ കാര്യത്തിൽ മാത്രമാണ് എനിക്ക് ഉറപ്പില്ലാത്തത്. എൻ്റെ ക്രിസ്മസ് നീ കൊളാക്കരുത്, കൊളാക്കുമോ എന്ന് ചോദിച്ചു എന്നോട്. അപ്പം ഞാൻ പറഞ്ഞില്ല ഡോക്ടർ. പിന്നെ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല ചേട്ടാ, ഞാൻ OP ഉണ്ടാവില്ല എന്നുള്ളൂ, ഞാൻ റൗണ്ട്സിനൊക്കെ വരും. അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വന്ന് ലാബ് റൂമിൽ വന്ന് അഡ്മിറ്റ് ആവണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ എന്തോ ഭാഗ്യത്തിന് ഡോക്ടറുടെ ക്രിസ്മസ് ഒന്നും കൊള്ളായില്ല. എനിക്ക് 28 ഒരു രാത്രി ഉറക്കത്തിൻ്റെ ഇടയിലൊരു പെയിൻ വരുന്നത്. അപ്പോൾ ഒരൊറ്റ പെയിൻ വന്നുള്ളൂ. ഭയങ്കരമായിട്ടൊരു പെയിൻ വന്നു. ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റിരുന്നു. എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് കിടന്നത്. പിന്നെ അന്ന് രാത്രി എനിക്ക് ഉറക്കമൊന്നും ഉണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം രാവിലെ എറണാകുളത്ത് എന്തോ പർച്ചേസിന് വേണ്ടിയിട്ട് എറണാകുളത്തേക്ക് പോയി. അപ്പോൾ പിന്നെ എനിക്കന്ന് വൈകുന്നേരം ആയപ്പോൾ തൊട്ടിട്ട് എനിക്ക് വേദന തുടങ്ങി. അതായത് ഉച്ചയ്ക്ക് ഒരു 2 മണി ആ ഒരു ടൈം തൊട്ടിട്ട് എനിക്ക് വേദന തുടങ്ങി. അപ്പം അന്ന് വീട്ടിൽ ഉമ്മയും എല്ലാവരും കൂടിയിട്ട് എങ്ങോട്ടോ പോവായിരുന്നു. എങ്ങോട്ടാന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഏതോ ഒരു ബന്ധുക്കളുടെ വീട്ടിലേക്കാണോ അതോ ഉമ്മയുടെ വീട്ടിലേക്കാണോ എന്ന് എനിക്കറിയില്ല, പറ്റാടെ വീട്ടിലേക്കാണോ എന്ന് അറിയില്ല. എങ്ങോട്ടോ പോയിണ്ടായിരുന്നു, വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഉമ്മയൊക്കെ തിരിച്ച് വന്ന ടൈമിലാണ് എനിക്ക് വേദന വന്ന് ഞാൻ സ്റ്റെയറിന് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എന്തോ ബുദ്ധിമുട്ട് പോലെ തോന്നി. അപ്പം ഞാൻ പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് കൂടി വന്നപ്പോൾ ഞാൻ ഉച്ച കഴിഞ്ഞിട്ട് പിന്നെ വെയിറ്റ് ചെയ്യാൻ തോന്നിയില്ല. ഞാൻ ഒരു കൊട്ടയിൽ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന കുട്ടിക്കുള്ള സാധനങ്ങൾ വെക്കുന്ന കൊട്ട, അപ്പം അതിൽ നമ്മൾ ലാബ് റൂമിലേക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ടർക്കി, തുണി, പിന്നെ എൻ്റെ ഒരു ജോഡി ഡ്രസ്സ്, അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ആ ഒരു കൊട്ടയിൽ വെച്ചിരുന്നു. ആ ഒരു കൊട്ട മാത്രം എടുത്തു. പിന്നെ പത്തൂനെയും മറിയത്തിനെയും പിന്നെ സാലിനെയും കൊണ്ടുപോയി. സാലി എന്ന് പറയുന്നത് എൻ്റെ നാത്തൂൻ്റെ മോളാണ്. അപ്പോൾ അവളെയാണ് ഞാൻ മിക്കതും എങ്ങനെയും പുറത്തേക്ക് പോകുമ്പോഴൊക്കെ കൊണ്ടുപോവുക. അവൾ ചെറിയ കുട്ടിയാണ്, എന്നാലും എൻ്റെ കൂടെ ഞാൻ അവളെയാണ് കൊണ്ടുപോകാറ്. അപ്പോൾ അവളെയും കൂടി കൊണ്ടുവന്നു ഹോസ്പിറ്റലിലേക്ക്. അവളെ ലേറ്റാണ് വന്നത്. അപ്പം ഞാൻ വീട്ടിൽ ചെറിയ ബുദ്ധിമുട്ടുണ്ട് പോണു എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അവർക്കറിയില്ല അത് അഡ്മിറ്റ് ആക്കുമോ എന്നുള്ളത് അറിയില്ല. എനിക്ക് ചെറിയൊരു ഇതുണ്ടെന്നാലും ഞാൻ പറഞ്ഞില്ല, അങ്ങനെ പോയി. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്നു. പക്ഷെ ഇപ്പം ഞാൻ കൂട്ടിക്കൊണ്ടുപോകാനൊന്നും ഇല്ലെങ്കിലും അതിന് വേണ്ടിയിട്ട് എനിക്ക് ഡ്രസ്സൊക്കെ എടുത്തന്നുണ്ടായിരുന്നു. ആ ഡ്രസ്സ് എനിക്ക് വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡ്രസ്സൊക്കെ എടുത്തന്നു. അപ്പോൾ ആ ഒരു പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ഞാൻ പോണത്. ലാബ് റൂമിലേക്ക് പോയി. ലാബ് റൂമിൽ ചെന്നപ്പോൾ അവരെന്തായാലും വേഗം നോക്കിയപ്പോൾ അവർ ടൈമായി വരുന്നുണ്ട് എന്ന് പറഞ്ഞു അവർ. അപ്പോൾ വേഗം എൻ്റെ വയറൊക്കെ എനിമ തന്നു, വയറൊക്കെ കഴുകി ക്ലീനൊക്കെ ആക്കി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും എൻ്റെ വീട്ടിൽ ഞാൻ അറിയിച്ചു അങ്ങനെ അഡ്മിറ്റ് ആക്കുകയാണ്. അപ്പോൾ ഉമ്മയും എൻ്റെ അനിയത്തിമാരും വന്നു. 2 അനിയത്തിമാരുണ്ട്. അപ്പോൾ അവർ 2 പേരും വന്നു. പിന്നെ അവിടുന്ന് ഞാൻ കട വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞു, ഉമ്മാക്ക് വിളിച്ച് പറഞ്ഞു ഞാൻ എന്നോട് അഡ്മിറ്റ് ആക്കി എന്ന് പറഞ്ഞു. പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേനും മിക്കയും കട ഫ്രണ്ട്സും എല്ലാവരും വന്നു. അങ്ങനെ എന്തായാലും അന്നൊന്നും ഉണ്ടാവില്ല എന്നറിയാം. അങ്ങനെ അവിടുന്ന് റൂമെടുത്ത് നമ്മൾ അവിടെ നിൽക്കുകയാണ് ചെയ്തത്. അന്ന് അഡ്മിറ്റ് ആക്കി. പിന്നെ പിറ്റേ ദിവസം ഡോക്ടർ വന്നു നോക്കി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനിയിപ്പോൾ എന്തായാലും വീട്ടിലേക്ക് പോവണ്ട, ഇടയ്ക്കിടയ്ക്ക് പെയിൻ വന്നു പോകുന്നുണ്ട്, നല്ലാണ്ട് വേറെ ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ 29 ഒരു ദിവസം കൂടി നോക്കി. എന്നിട്ട് പിന്നെ 30 അതായത് ഡിസംബർ 30 പിന്നെ പുലർച്ച എനിക്ക് വെള്ളം നമ്മൾ അമ്നോട്ടിക് ഫ്ലൂയിഡ് പൊട്ടിച്ചിട്ടു. പിന്നെ പെയിനുള്ള മരുന്നൊക്കെ തന്നപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ ഇനി
2 ദിവസം കൂടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ന്യൂ ഇയർ ആ ഒരു ടൈമിലേക്ക് ആവോ എന്ന് വെച്ചപ്പോൾ ഡോക്ടർ ഉണ്ടാണ്ട് തോന്നി ഇത്രയ്ക്ക് തന്നെ എത്തിച്ചത് എന്തോ ഭാഗ്യം അങ്ങനെ പറഞ്ഞു. അതൊന്നും നീ നോക്കണ്ട, ഇപ്പം അതൊന്നും ചിന്തിക്കണം. അപ്പം എൻ്റെ മൈൻഡിൽ എന്താ വെച്ചാൽ പച്ചോനെ ഒരു ദിവസം കൊണ്ട് ഇനിയും കുട്ടിയുടെ ഒരു കൊല്ലം പോവുമല്ലോ, അതാണ് എൻ്റെ മൈൻഡിൽ കടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ പിന്നെ പെയിൻ വന്നു തുടങ്ങി. അങ്ങനെ ലാബ് റൂമിലേക്ക് പിന്നെ നമ്മളെ ലാബ് റൂമിൽ കയറ്റുമല്ലോ, അങ്ങനെ കയറ്റി. അപ്പോൾ അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ലാബ് റൂമിലേക്ക് വിളിക്കുമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അമ്നോട്ടിക് ഫ്ലൂയിഡ് പൊട്ടിച്ചിട്ടു. അപ്പോൾ ആ ടൈമിൽ എനിക്ക് സാധാരണ മറ്റേ മൂത്ത 2 പേർക്കും അവിടുത്തെ ഫിലോ ഡോക്ടറാണ് അമ്നോട്ടിക് ഫ്ലൂയിഡ് പൊട്ടിച്ചിട്ടുള്ളത്. ഇത് ബിന്ദു മാഡം തന്നെയാണ് എനിക്ക് വന്നപ്പോൾ. ബിന്ദു മാഡത്തിന് കണ്ടപ്പോൾ എന്നെ നെഞ്ഞിടിച്ച് തുടങ്ങിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിലോ ഡോക്ടർ കൈ കുഞ്ഞി കയ്യാ, ബിന്ദു മാഡത്തിന് നല്ല വലിയ കയ്യാ. ഞാൻ പറഞ്ഞു ഫിലോ ഡോക്ടറില്ലേ, ഫിലോ ഡോക്ടർ എന്നല്ല എൻ്റെ പേഷ്യൻ്റ് ഞാൻ മാത്രം എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ തന്നെയാണ് ചെയ്തത്. എൻ്റെ ജീവൻ പോയി ആ ടൈമിലൊക്കെ കേട്ടോ, നല്ല പെയിനായിരുന്നു. അങ്ങനെ പിന്നെ അമ്നോട്ടിക് ഫ്ലൂയിഡ് പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തിറക്കിയിട്ട് ഒന്ന് കയറ്റും, പിന്നെ ഇറക്കില്ല കേട്ടോ, അങ്ങനെയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് പെയിനൊക്കെ നല്ല പെയിൻ വരുന്നുണ്ട്. എനിക്കാണെങ്കിൽ മറിയത്തിനേന്ന് ഞാൻ ഒട്ടും കരഞ്ഞിട്ടില്ല, ഇവരുടെ ഞാൻ പരമാവധി ഞാൻ വേദന സഹിച്ച് പിടിച്ചിരുന്നു. പിന്നെ എനിക്കെന്തോ അതായത് ഡെലിവറി പെയിൻ അല്ല, എനിക്ക് വേറെ എന്തോ പെയിനൊക്കെ ആയിട്ട് തോന്നുന്നത്, ഭയങ്കര പെയിനായിരുന്നു. അപ്പോൾ പിന്നെ അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വൊമിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം ഇങ്ങനെ കിടന്നു. അപ്പോൾ ഡോക്ടർ പിന്നെ വീട്ടിലേക്ക് പോയിട്ടാ. ഡോക്ടർ പറഞ്ഞു നിന്റെ സമയമാകുമ്പോഴത്തേക്കും ഞാൻ എത്താം, ഞാൻ എന്തായാലും വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞിട്ട് ഡോക്ടർ വീട്ടിലേക്ക് പോയിട്ട് പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തൊരു ചുരിദാറൊക്കെ ഇട്ടിട്ടാണ് പിന്നെ ഡോക്ടർ ലാബ് റൂമിലേക്ക് വന്നത്. അപ്പോൾ ഇപ്പം പുറത്ത് ടെൻഷനായിട്ടിരിക്കുകയെന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞത്. നിന്റെ ചിക്കനോട് ടെൻഷനായിട്ടിരിക്കുക, ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ നിന്നെ കഴിഞ്ഞിട്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ തന്നെ കുറേ ടൈം എടുത്തു കേട്ടാ ഇത് ഡെലിവറി ആവാൻ പോയെന്ന്. പക്ഷെ അത്രയും സമയം ഡോക്ടർ അവിടെ ഇരുന്നു എന്നുള്ളതാണ്. അപ്പം എൻ്റെ മുൻപത്തെ 2 എണ്ണത്തിലും എനിക്ക് ഡ്യൂട്ടി ഡോക്ടേഴ്സാണ് എൻ്റെ ഡെലിവറി എടുത്തത്. ഇത് ഡോക്ടർ ഇപ്പം ഇത് പിന്നത്തെ 2 പിന്നെ മാഡം തന്നെയായിരുന്നു. ഇപ്പം എൻ്റെ 2 ഡെലിവറി മാഡം തന്നെയാണ് എടുത്തത്, അതും രാത്രി. അത് എനിക്ക് തോന്നുന്നു എല്ലാവരും പറഞ്ഞത് മാഡത്തിൻ്റെ പേഷ്യൻറ്റിനെ മാഡം തന്നെ എല്ലാ കാര്യങ്ങളും മാഡം കഴിഞ്ഞിട്ട് വേറെ ഒരാളെ ഏൽപ്പിക്കില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പം ഭയങ്കര ആത്മാർത്ഥതയുള്ള ഡോക്ടറാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഡോക്ടർ പിന്നെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര മേൽവേദനയും അതൊക്കെ തുടങ്ങി. അപ്പോൾ ഞാൻ ഡോക്ടർ വിളിച്ചപ്പോൾ ഡോക്ടർ ഇവിടെ ഇങ്ങനെ 2 സൈഡിൽ തന്നെ ഇരിക്കുന്നുണ്ട് ടേബിൾമേ. അപ്പോൾ ഡോക്ടറെ വിളിച്ചിട്ട് ചോദിച്ചു, ഡോക്ടർ ഞാൻ വിളിച്ചു, ഡോക്ടർ എനിക്ക് പനിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ വന്ന് നോക്കിയപ്പോൾ ചെറിയ ടെമ്പറേച്ചർ ഉണ്ട്. പിന്നെ പെട്ടെന്ന് ടെമ്പറേച്ചർ അങ്ങോട്ട് കൂടി. പിന്നെ ഞാൻ പറഞ്ഞു ഡോക്ടർ എനിക്ക് തീരെ വയ്യാന്ന് പറഞ്ഞു. അപ്പോൾ പനിക്കുണ്ട് ചെറിയ ടെമ്പറേച്ചർ ഉള്ള സമയത്ത് തന്നെ എനിക്കൊരു പാരസെറ്റമോൾ ഗുളിക എനിക്ക് ഡോക്ടർ തന്നുകൂട്ടാ. അപ്പം ഞാനത് കഴിച്ചു. അപ്പം അത് കഴിഞ്ഞ് പിന്നെ പനി കൂടിയപ്പോൾ ഡോക്ടർ എന്ത് ചെയ്ത് വേഗം എനിക്ക് പാരസെറ്റമോൾ ഇഞ്ചക്ഷൻ എടുത്തു. പിന്നെ ഭയങ്കര ഷിവറിങ്ങും ഒക്കെ വന്നു. അപ്പോൾ വേഗം ബ്ലഡ് എടുത്തു, യൂറിൻ എടുത്തു. യൂറിൻ എടുത്തപ്പോഴാണ് ബ്ലഡിൽ നല്ല കൗണ്ട് കൂടിയിട്ടുണ്ട്. യൂറിൻ എടുത്തപ്പോൾ യൂറിൽ നല്ല ഇൻഫെക്ഷനും ഉണ്ട്. അപ്പോൾ എനിക്ക് ഇൻഫെക്ഷനായിട്ട് ഡോക്ടറിന് നിങ്ങൾക്ക് പെയിനും മറ്റുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്തിരുന്നില്ല യൂറിൻ പാസ് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടോ അങ്ങനെയുള്ളതൊന്നും തോന്നിയിരുന്നില്ല. മുൻപ് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും എനിക്ക് തോന്നിയിരുന്നില്ല. പെട്ടെന്നാണ് ഇങ്ങനെ ഇൻഫെക്ഷൻ വന്ന് കണ്ടത്. അങ്ങനെ പിന്നെ അതിനുള്ള ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷനും അതുപോലെ പ്രൈവറ്റ് ഡോക്ടറെ ലാബ് റൂമിലേക്ക് വിളിപ്പിച്ചു എന്നെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സാറ് വന്നു. അപ്പം ഞാനാണെങ്കിലോ പനിയും കൂടി ആയപ്പോൾ അങ്ങനെ ടയറപ്പോൾ പ്രൈവറ്റ് ഡോക്ടർ എൻ്റെ കവളത്തൊക്കെ തട്ടിയിട്ട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഞാൻ ഉണ്ടാവും ഇവിടെ, നീ പേടിക്കേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കവളത്തൊക്കെ ഇങ്ങനെ തട്ടി. ഞാൻ ശരി എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ എനിക്ക് നല്ല പെയിൻ വന്നു. പെയിൻ വരുമ്പോൾ ഡോക്ടർ ഇങ്ങനെ എന്നെ നോക്കുന്നുണ്ട്. ഇങ്ങനെ നന്നായി നോക്കിയിട്ട് ഡോക്ടറും ഭയങ്കര ടെൻഷൻ. എന്നിട്ട് പിന്നെ ഞാൻ ഇങ്ങനെ നമ്മൾ വേദന വന്നിട്ട് ഇങ്ങനെയൊക്കെ നോക്കും. അത് നോക്കുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടർ ഇവിടെ ഇരിക്കുന്നത് കാണാട്ടോ. ഡോക്ടർ ടേബിളും ഇങ്ങനെ ഇരുന്നിട്ട് ഞാൻ നോക്കുമ്പോൾ ഡോക്ടർ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ കയ്യിൽ മറ്റേ കൊന്തമാല ഇട്ടത് കൊന്ത ചൊല്ല മൂപ്പര് ഇരുന്നിട്ട് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഒരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ. എനിക്ക് ഡോക്ടർ ടെൻഷനൊക്കെ കണ്ടപ്പോൾ ഇത്രയും ആത്മാർത്ഥത ഉണ്ടാവും ഞാൻ വിചാരിച്ചു കേട്ടാ.
ചെറിയ ഡോക്ടറുടെ ഒരു അത് എന്നോടൊന്നല്ല എല്ലാ പേഷ്യൻസിനോടും അങ്ങനെ ഭയങ്കര ആത്മാർത്ഥത കൂടിയൊരു ഡോക്ടറുണ്ട് ബിന്ദു മാഡം. അങ്ങനെ പിന്നെ പിന്നെ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ പെയിൻ നന്നായി കൂടി ഡെലിവറി ആയപ്പോഴാണ് എന്നോട് പറഞ്ഞത് മോളെ ഡെലിവറി ആയി പെൺകുട്ടിയാട്ടാന്ന്. ഞാൻ ഒരു വികാരമായി ഞാൻ ശരി പറഞ്ഞു. അങ്ങനെ ഉണ്ണിനെ ക്ലീനൊക്കെ ചെയ്ത് പിന്നെ എന്നെ കാണിച്ചു. ഞാനൊരു ഉമ്മക്ക് കൊടുത്തു. പിന്നെ ശരിക്കും ഞാൻ മുഖം കണ്ടില്ല. അപ്പോൾ എനിക്ക് നല്ല പനി ഉണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു വേഗം ഉണ്ണിനെ കുട്ടീനെ ബേബിനെ പുറത്ത് കൊണ്ടുപോയിക്കോ, അമ്മയുടെ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, നല്ല പനി ഉണ്ട് അവൾക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എനിക്ക് കിട്ടിയില്ല. പിന്നെ അവിടുന്ന് കുറച്ച് സമയം കഴിഞ്ഞൊരു 3 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നത്. അപ്പോഴത്തേനും എനിക്ക് പനിയൊക്കെ ഏകദേശം കുറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് സെലിമ എന്ന് പറയുന്നത് ഇക്കാട് ഉമ്മേനെയാണ്. അപ്പോൾ ഉമ്മ വന്നിട്ട് എനിക്ക് ചായയൊക്കെ കൊണ്ടുവന്നു തന്നു. ഉമ്മയാണ് ചായ കൊണ്ടുവന്നു തന്നത്. അപ്പോൾ ചായയൊക്കെ കുടിച്ചു. ഒരു 3-3.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പിന്നെ എൻ്റെ അടുത്ത് ബേബിനെ കൊണ്ടുവന്ന് കിടന്നത്. അപ്പോഴാണ് ഞാൻ നോക്കുന്നത്. ഞാൻ നോക്കിയപ്പോൾ ഒരു സുന്ദരി മോള്. സുന്ദരി എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ മനസ്സിലുള്ള എനിക്ക് ആൺകുട്ടി ആയില്ലല്ലോ എന്നുള്ളൊരു വിഷമമുണ്ട്. അതിപ്പോൾ ആർക്കായാലും 2 പെൺകുട്ടികളായതും നമ്മൾ മനസ്സിൽ അല്ലെങ്കിൽ ഒരു ആൺകുട്ടിക്ക് വേണ്ടി നമ്മൾ കൊതിക്കും. പക്ഷെ പെൺകുട്ടി ആയതുകൊണ്ട് നമുക്ക് അത്ര വലിയ ദുഃഖമൊന്നുമില്ല. പക്ഷെ ഞാൻ വിചാരിച്ചു പെൺകുട്ടി ആയില്ലല്ലോ ഒരു വിഷമം. അതായത് നമുക്കിപ്പോൾ എല്ലാവർക്കും നമുക്കൊരു മോനുണ്ടായി ഇങ്ങനെ വളർത്തുന്നൊക്കെ നമ്മൾ സ്വപ്നം കാണുമല്ലോ. അപ്പോൾ ആ ഒരു കുറച്ച് നേരത്തേക്ക് ഒരു ഇത് പെൺകുട്ടി ആയില്ലല്ലോ എന്നുള്ള ഒരു ഇത്, ആൺകുട്ടി ആയില്ലല്ലോ എന്നുള്ള ഇതിലാണ് ഞാനിങ്ങനെ ആലോചിച്ചിങ്ങനെ കിടന്നു. പക്ഷെ മോളെ കൊണ്ടൊന്ന് കിടത്തി കണ്ടപ്പോൾ എൻ്റെ കണ്ണ് ചിന്നി. സത്യം പറഞ്ഞാൽ കണ്ണ് ചിന്നി എന്നുള്ളതാണ്. ഇത്രയ്ക്ക് സുന്ദരിയോ അങ്ങനെ ഞാൻ വിചാരിച്ചു. വെച്ചാൽ അത്രയും കണ്ണും മൂക്കും പുരികവും ഒക്കെ കടഞ്ഞെടുത്ത പോലെ നമ്മൾ പറയില്ലേ, ഒന്നും ഒഴിയണ്ട അവളുടെ മുഖത്ത്. ഒക്കെ നല്ല കറക്റ്റ് ഷേപ്പിലാണ് ഉണ്ണി ഉണ്ടായിരുന്നത് കേട്ടോ. പിന്നെ എൻ്റെ മൂത്ത മോളുടെ അതേ മുഖച്ചായം കൂടിയായിരുന്നു അവൾക്ക്. അതേ വേസ്റ്റ് കട്ട് തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ പാലൊക്കെ കൊടുത്തു. ഹാപ്പിയായി. ഉണ്ണിനെ കണ്ടപ്പോൾ എനിക്ക് നല്ല ഹാപ്പിയായി, ഭയങ്കര സന്തോഷമായി. ഞാൻ ഉണ്ണിക്ക് കുറേ ഉമ്മൊക്കെ കൊടുത്ത് കൈയൊക്കെ പിടിച്ച് നോക്കി. നല്ല കളർ. അപ്പോൾ ഞാൻ ചെവിയൊക്കെ ഇങ്ങനെ പിടിച്ചിങ്ങനെ നോക്കിയിട്ടാണ്, ചെവി കറുത്തിട്ടാണോ അങ്ങനെയൊക്കെ ഒരു ഇതുണ്ടല്ലോ, അങ്ങനെയൊക്കെ ഞാൻ നോക്കിയപ്പോൾ ഒന്നും കുഴപ്പമൊന്നുമില്ല, ആള് സൂപ്പറാണ്. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ എന്നെ റൂമിലേക്ക് മാറ്റിയപ്പോൾ ഭയങ്കര എൻ്റെ ഉമ്മക്ക് പെൺകുട്ടിയായിട്ട് നന്നായുള്ളോ, നല്ലതത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ വീട്ടിലും എനിക്ക് ആങ്ങളമാരില്ല. എൻ്റെ വീട്ടിൽ 3 പെൺകുട്ടികളാണ്. അതിൽ മൂത്ത ആളാണ് ഞാൻ. അപ്പോൾ എനിക്ക് 3 പെൺകുട്ടികൾ. ഉമ്മ എന്ന് പറയുന്നത് അതിന് ഒരു കുഴപ്പമില്ല, നല്ലതത്. നിങ്ങൾക്ക് 3 ആൾക്കും നല്ല സുഖമല്ലേ, അതുപോലെ തന്നെ നിൻ്റെ മക്കൾക്കും നല്ല സുഖം. ആരും വീട്ടിലേക്ക് എന്തിനാ വന്നേന്ന് ചോദിക്കില്ല, എപ്പോഴാ പോവാന്ന് ചോദിക്കില്ല, ആരും ഇല്ല, നിങ്ങളുടെ സ്വർഗ്ഗമാണ് അങ്ങനെയൊക്കെ പറഞ്ഞു ഉമ്മ ഇങ്ങനെ ഓരോന്ന് പറയാട്ടാ. അപ്പോൾ ഇക്ക പറയാനേ ഞാൻ കണ്ടു കൊണ്ടുവന്നപ്പോൾ ഉമ്മയും ഷാനൊക്കെ ഇതിങ്ങനെ ഒരു ഇരിപ്പ്. അപ്പോൾ മോനെ അതിപ്പോൾ നിങ്ങളുടെ ചടങ്ങുകളൊക്കെ കഴിയട്ടെ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇക്ക പറഞ്ഞു ഞാൻ മനസ്സിലായി ഇക്ക പറഞ്ഞു കേട്ടാ. അപ്പോൾ ഷാന എന്ന് പറയുന്നത് എൻ്റെ അനിയത്തിയാണ്. അപ്പോൾ അവള് പറയണേ ഞാനിങ്ങനെ ആൺകുട്ടി ആയില്ലല്ലോ എന്നുള്ളൊരു വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. നാനി എന്നാണ് അവളെ എൻ്റെ ഇത്താന്ന് വിളിക്കില്ല, പേരെന്നെ വിളിക്കും. ഞാനിങ്ങനെ ഇരിക്കുകയായിരുന്നു നാനി. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് അടങ്ങണ്ടിട്ട് നോക്കിയപ്പോൾ നല്ല ഉണ്ണി. അപ്പം എനിക്ക് സന്തോഷമായി. പിന്നെ ഞാൻ എടുത്ത് നോക്കിയപ്പോൾ തനി പത്തു എന്തൊരു ഭംഗിയാ കാണാൻ. എനിക്ക് ഭയങ്കര സന്തോഷമായി എന്ന് പറഞ്ഞു. പക്ഷെ സൈറനെ കണ്ടപ്പോൾ ഭയങ്കര ഒരു ഹാപ്പി മൂഡായിരുന്നു കേട്ടോ. ഭയങ്കര സന്തോഷം മനസ്സിൽ നിന്ന് ഇങ്ങനെ വന്നു. അങ്ങനെ പിന്നെ നമ്മൾ ഇപ്പോൾ 3 ദിവസമൊക്കെ കഴിഞ്ഞു. പിന്നെ ഡോക്ടർ റൂമിലേക്ക് വന്നു. പിറ്റേ ദിവസം ഡോക്ടർ റൂമിലേക്ക് വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ എന്ത് ടെൻഷനിലായിരുന്നെന്ന് അറിയോ, ഞാൻ വിചാരിച്ചു ഗർഭപാത്രമൊക്കെ പൊട്ടുമെന്ന് വിചാരിച്ചു, നിനക്ക് നല്ല വേദനയുണ്ട്, ഡെലിവറി ഇട്ടാണോ. അപ്പോൾ കുറേ നേരം വൈകിണ്ടായിരുന്നു കേട്ടോ. സാധാരണ 3ാമത്തെ ഡെലിവറി എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ആവണതാണ്. എനിക്ക് നല്ലോണം നേരം വൈകിട്ടാണ് ഡെലിവറി ആയത്. എനിക്ക് സ്കാനും കൂടിയും ചെയ്യേണ്ടത്. നിന്റെ വയറുമ്മൾക്ക് നോക്കുമ്പോൾ തൊലിയും കുട്ടിയും നിന്റെ വയറുമ്പത്തെ തൊലിയും കുട്ടിയുടെ ഷേപ്പ് മാത്രമേ കാണുന്നുള്ളൂ. എനിക്ക് സ്കാനൊന്നും ചെയ്യണ്ട. അവിടെ ഇരുന്ന് നോക്കിയാൽ അറിയാം നിന്റെ വയറിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ. ഞാൻ പേടിച്ചിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു ഡോക്ടർ.
അങ്ങനെ പിന്നെ ഡോക്ടർ ചോദിച്ചു ഇപ്പം നമുക്ക് നിർത്തല്ലേ എന്ന് ചോദിച്ചു. ഇപ്പം നോർമൽ ഡെലിവറി ആയിരുന്നല്ലോ, അപ്പോൾ 3 ദിവസം കഴിഞ്ഞാൽ നിർത്താൻ തോന്നുന്നുണ്ട്, നിർത്തല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു നിർത്തണില്ല പറഞ്ഞു. അപ്പോൾ ഡോക്ടർ എന്നെ ചീത്ത പറഞ്ഞു, നിർത്തണില്ല എന്നാ ഇനി എന്തിനാ, നിനക്ക് 24 വയസ്സാകുമ്പോഴത്തേനും നീ 3ാമത്തെ ഡെലിവറി ആയി, ഇനിയിപ്പോൾ നീ 30 വയസ്സാകുമ്പോഴത്തേനും നിന്റെ എല്ലും പല്ലും മുടിയും ഒന്നിനും കൊള്ളില്ല. അത്രയും ഒന്നാമത്തെ ആരോഗ്യമില്ലെങ്കിൽ പിന്നെ നോക്കിയാൽ ഇത് നിനക്ക് ആരോഗ്യമില്ല, സ്നേഹം കൊണ്ടുള്ള ഒരു പറച്ചിലാണ് കേട്ടോ, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. നമ്മളൊന്നുമില്ല, ഡോക്ടർ ഇപ്പം അതിനെപ്പറ്റിയൊന്നും ചിന്തിച്ചിട്ടില്ല. ഡോക്ടർ ഓക്കെ പറഞ്ഞു, പോയി. അപ്പോൾ അവിടുന്ന് 3ൻ്റെ അന്നാണ് പിന്നെ നമ്മൾ മഞ്ഞ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ണിക്ക് മഞ്ഞ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഡോക്ടറാണ് രവീന്ദ്ര വർമ്മ സാറാണ് അവിടുത്തെ പീഡിയാട്രീഷ്യൻ സൈറൂനെ നോക്കിയത്. അപ്പോൾ നോക്കിയപ്പം മരുന്നൊക്കെ തന്നു, ആ മരുന്നിൽ തന്നെ മാറുന്നു പറഞ്ഞു. അങ്ങനെ നമ്മൾ എൻ്റെ ആൻറ്റിബയോട്ടിക് കോഴ്സ് കഴിയാൻ ഒരു 5 ദിവസം പിടിച്ചു, എനിക്ക് പനിയൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോയി. പിന്നെ ഒരു കാര്യം പറഞ്ഞില്ല, എന്നെ കുളിപ്പിക്കാൻ നിർത്തി ചേച്ചി, ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള ശ്യാമള ചേച്ചിയാണ്, എൻ്റെ കുട്ടിയത്തിയുടെ അമ്മയാണ്. അപ്പോൾ മറ്റുള്ള വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല അതായത് ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു സുഖമായിട്ട് മനസ്സമാധാനത്തിൽ സന്തോഷത്തിൽ കിടക്കുക എന്നുള്ളത്, ആ ഒരു കിടന്നുള്ളത് സൈറൂൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ടാട്ടാ. ഐശ്വര്യനും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നു, 4ാമത്തെ ആളുടേനും ഞാൻ നല്ല ഹാപ്പി ഉണ്ടായിരുന്നു. ശരിക്കും ഒരു മനസ്സമാധാനം കിട്ടാന്ന് പറയില്ലേ, അങ്ങനെ കിട്ടിക്കിടുന്നത് ഞാൻ സൈറൂൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ടാണ്. പിന്നെ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഒരു ഡെലിവറി കഴിഞ്ഞൊരു 20ാം തീയതി വരെ മനസ്സിന് ഭയങ്കര ടെൻഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ആദ്യത്തെ ഡെലിവറി കഴിഞ്ഞപ്പോൾ എൻ്റെ ഉപ്പാട് ഉമ്മ മരിച്ചു, അത് 12-ന്. പിന്നെ 2ാമത്തെ ഡെലിവറി കഴിഞ്ഞപ്പോൾ 18-ന് എൻ്റെ വാടൻപള്ളിത്ത് പറ്റുക, അതായത് എൻ്റെ ഉമ്മാട് ഉമ്മ മരിച്ചു. അപ്പം എനിക്ക് എൻ്റെ മനസ്സിലൊരു ഇതുണ്ട്, പക്ഷേ ഞാൻ കാരണമാണോ അവരൊക്കെ മരിക്കണേ, എൻ്റെ ഒരു ഡെലിവറി കഴിയുമ്പോഴാണ് ഓരോരുത്തരും മരിക്കണേ എന്നുള്ള അങ്ങനെ ഒരു ചിന്തന മനസ്സിലായി. അപ്പം എനിക്കൊരു 20 കഴിയണ വരെയുള്ള ഡെലിവറി കഴിഞ്ഞ് 20 കഴിയും, പക്ഷേ ആരും മരിക്കല്ലേ, അങ്ങനെയുള്ളൊരു ഇതായിരുന്നു എൻ്റെ മനസ്സിലിട്ട്. വെച്ചിട്ടുണ്ടെങ്കിൽ അന്യ ഇതിൽ കൂടി എന്തെങ്കിലും എന്താ അതൊക്കെ കൂടി എൻ്റെ തലയ്ക്ക് വരുന്നുള്ള ഒരു ടെൻഷനായിരുന്നു. അപ്പം പേടിച്ച പോലെ ഒന്നും ഉണ്ടായില്ല, എല്ലാം വളരെ ഹാപ്പി ആയിട്ട് കഴിഞ്ഞു. പിന്നെ എന്നിട്ട് ഭക്ഷണത്തിൻ്റെ ഇപ്പോൾ ഫുഡൊക്കെ ചിലർ ഞാൻ 10-3 ആൾ പ്രസവിച്ചിട്ട് കൊണ്ടുവന്നിട്ട് ഓരോന്നുണ്ടാക്കിയിട്ട് കുളിപ്പിക്കാൻ നിർത്തുന്ന ചേച്ചി കഴിക്കെന്ന് പറഞ്ഞിട്ടൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യണത്, വഴക്ക് പറയുമ്പോൾ എൻ്റെ മാനസികമായിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇത് എനിക്ക് അങ്ങനെ കഴിക്കാമെന്ന് വെച്ചിട്ട് ഞാൻ എല്ലാ മരുന്നും കഴിക്കും, പക്ഷെ വളരെ കുറച്ച്. ഇപ്പോൾ ഉള്ളിലേക്കൊക്കെ ഒരു പാത്രത്തിൽ കുറച്ച് കുഞ്ഞൊരു ബൗളിലാണ് കൊണ്ടുവരുന്നത്, അപ്പം അതിൻ്റെ 1/4 ഭാഗമൊക്കെ ഞാൻ കഴിക്കുള്ളൂ. എനിക്ക് എന്നെ കൊണ്ട് അത്രേ പറ്റുള്ളൂ, അല്ലാണ്ട് ഭാര്യ വെച്ച് കഴിക്കാനൊന്നും എനിക്ക് പറ്റില്ല. അപ്പം നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ ഉമ്മാരെ പോലെ നിൽക്കുന്ന ഒരു ചേച്ചി തന്നെയാണെങ്കിൽ ഇപ്പോൾ വളരെ മനസ്സമാധാനത്തോട് കൂടിയിട്ടാണ് അങ്ങനെ ആ ഒരു ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ടൈം 40 വരെ ഞാൻ പോയി കിടന്നത്. പിന്നെ 40 കഴിഞ്ഞിട്ട് 40-ന് എല്ലാവരും ഈ കട വീട്ടിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അവർ എൻ്റെ വീട്ടിൽ അങ്ങനെ എല്ലാ ബന്ധുക്കളെ അങ്ങനെ വിളിക്കണതൊന്നും എൻ്റെ ഉപ്പാക്ക് ഇഷ്ടമല്ല, ഞങ്ങൾ മാത്രം, ഞങ്ങൾ ഫാമിലിയിലുള്ള ആൾക്കാർ മാത്രം. പിന്നെ ഈ കട വീട്ടിൽ പുറമൊന്നും ആയില്ല, ഞങ്ങൾ ഈ കട വീട്ടിൽ തന്നെ അത്യാവശ്യം ആൾക്കാരുണ്ട്, ഞങ്ങൾ കൂട്ടുകുടുംബമല്ല. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഒത്തുചേർന്ന് 40 കഴിഞ്ഞപ്പോൾ എന്നെ അങ്ങോട്ട് തൃശ്ശൂർക്ക് കൊണ്ടുപോയിട്ടാണ്. അപ്പോൾ 40 കഴിഞ്ഞിട്ട് 40 കഴിഞ്ഞിട്ട് പോകണമെന്ന് വിചാരിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് ഒന്നിനൊരു കുറവില്ല. അതായത് ജ്യേഷ്ഠത്തിമാരുണ്ട്, ഉമ്മുണ്ട്, ഉപ്പുണ്ട്, അവരൊക്കെ ഉണ്ണിനെ നോക്കിക്കോളും, എനിക്കൊരു ടെൻഷനും ഇല്ല. എനിക്കുള്ള ഫുഡ് റൂമിലേക്ക് എത്തും. ഞാൻ 40 കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോഴത്തേനും ഉമ്മ പഴം പുഴുങ്ങിയത്, ചായ, ജ്യൂസ് ഇതൊക്കെ റൂമിലേക്ക് കൊണ്ടുവന്ന് വെച്ചിരുന്നു. അപ്പം എനിക്ക് വിഷമങ്ങളൊന്നും എനിക്കില്ല കേട്ടോ. അതായത് കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ബാക്കി അവർ നോക്കിക്കോളും, എനിക്ക് ടെൻഷനില്ല. അതായത് 3 മക്കൾ ആ ടൈമിൽ 3 മക്കളെയും ഡെലിവറി കഴിഞ്ഞിട്ട് അവരെ നോക്കേണ്ട ആ ഒരു ബുദ്ധിമുട്ടും വിഷമങ്ങളും ഞാൻ അറിഞ്ഞിട്ടില്ല. അങ്ങനെ നല്ല ഹാപ്പി ആയിട്ട് ഡെലിവറിക്ക് കഴിഞ്ഞു, ഉണ്ണിനൊക്കെ കൊണ്ടുവന്നു, അങ്ങനെ എല്ലാം വളരെ സന്തോഷത്തിൽ കഴിഞ്ഞു. അപ്പം ഇതാണ് എൻ്റെ 3rd ഡെലിവറി സ്റ്റോറി. ഇപ്പം ഇത്രയൊക്കെ ഉള്ളൂട്ടാ. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ണിക്കുള്ള സാധനങ്ങളൊക്കെ ഞാനും എൻ്റെ മറിയവും കൂടി പോയിട്ടാണ് മേടിച്ചത്. അതായത് എൻ്റെ ഇതിൽ മനസ്സിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു വിഷമം ഉണ്ടാക്കും, കുഞ്ഞു മക്കളല്ല, അവർക്കും ആ ഒരു പാമ്പറിങ് കിട്ടുന്ന ആ ഒരു ടൈമിലാണ് വീണ്ടും ഞാൻ പ്രഗ്നൻ്റ് ഒക്കെ ആവുന്നത്. അപ്പോൾ അവർക്കൊരു വിഷമം, അവരുടെ ഉണ്ണിയാണ് അത്.
അവരുടെ മനസ്സിലത് ഞാൻ അങ്ങനെ ആക്കി കൊടുക്കുന്നു. അവരുടെ ഉണ്ണിയാണ്, അവർക്കുള്ളതാണ് ഈ ബേബി. അപ്പോൾ അവരും എന്നോടൊപ്പം അവരും കാത്തിരിക്കുകയാണ് ഉണ്ണിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എന്ത് സാധനം ഇപ്പോൾ അവരൊരു മിഠായി കഴിക്കണമെങ്കിൽ ഓടി വന്നിട്ട് എൻ്റെ വായ വെച്ചിട്ടും ഇത് ഉണ്ണിച്ചിട്ട് അമ്മച്ചിയെന്ന് പറയും. അപ്പോൾ പിന്നെ അതേമാതിരി ടർക്കി എന്ത് ഡ്രസ്സ് എടുക്കുമ്പോഴും അമ്മച്ചി ഇത് ഉണ്ണിക്കെടുക്കാം. അപ്പോൾ അവർക്കൊരു എക്സൈറ്റ്മെൻ്റ് ആണ്. ഭയങ്കര സ്നേഹമായിരുന്നു കേട്ടോ. അല്ല കുറുമ്പ് കാണിക്കുക അങ്ങനത്തെ ഒരു ടെൻഷനും എനിക്ക് ഉണ്ടായിട്ടില്ല. രണ്ടുപേരും ഉണ്ണിനെ വളരെ നല്ല രീതിയിൽ, ഞാൻ എങ്ങനെയും പോയി കഴിഞ്ഞാൽ എനിക്ക് വിശ്വസിച്ച് ഉണ്ണിനൊന്നും നോക്കിട്ടാന്ന് പറഞ്ഞാൽ അവർ നോക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഉണ്ണിനെ എന്തെങ്കിലും കുറുമ്പ് കാണിക്കുക അങ്ങനത്തെ ഒരു പേടിയും ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. അവരത് ചെയ്യേയില്ല കേട്ടാ. അവരത്രയും എൻ്റെ പോലെ തന്നെ അവരത്രയും കാത്തിരുന്നിട്ട് കിട്ടണ ഉണ്ണിയല്ല അവർക്ക്. അപ്പം അതൊരു സ്നേഹം അവർക്കും ഉണ്ടായിരുന്നു. അങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് ഇപ്പോൾ അവർക്ക് 10 വയസ്സായി. ഇതുവരെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ സ്റ്റോറി അപ്പോൾ ഇവിടെ 3rd ഡെലിവറി സ്റ്റോറി ഇവിടെ കഴിയാണ് കേട്ടോ. അപ്പോൾ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെന്താ, സ്റ്റോറി ഫസ്റ്റ് തൊട്ട് കാണാത്തവർക്ക് ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം കേട്ടോ, കാണാം. പിന്നെ എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ കമൻസ് ഒന്നും കാണുന്നില്ലല്ലോ. നിങ്ങൾ കമൻസ് അയക്കണതിനനുസരിച്ചല്ല. അപ്പോൾ എനിക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ മാറ്റങ്ങൾ വരുത്താം. പിന്നെ എൻ്റെ അവതരണത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ എനിക്കത് തിരുത്താം. അപ്പോൾ കമൻസൊക്കെ അയക്കുക എല്ലാവരും. അപ്പോൾ നമുക്കതൊക്കെ വായിക്കുമ്പോൾ സന്തോഷമല്ലേ. പിന്നെ ഞാനിത് തുടക്കമല്ലേ, അപ്പം എനിക്കിതൊക്കെ കാണുമ്പോൾ ഒരു കമൻറ്റ് വായിക്കാൻ എന്നെ സംബന്ധിച്ച് അതൊക്കെ വലിയ കാര്യമാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇനി നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം കേട്ടോ.